നിങ്ങൾ ഈ മോട്ടിവേഷൻ വന്ന് പറഞ്ഞ് നടന്നിട്ടൊക്കെ എന്ത് കാര്യമുണ്ട്? ഈ പിള്ളേരൊക്കെ എങ്ങോട്ടായി പോകുന്നത്? നമ്മുടെ നാട് എങ്ങോട്ടാ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട വിവിധ ചോദ്യങ്ങളിൽ ചിലതാണിവ. എൻ്റെ വളരെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വളരെ ആത്മസംഘർഷത്തോടെ ചോദിച്ച ചോദ്യങ്ങൾ. നമ്മൾ കേരള മനസാക്ഷി, അതായത് മലയാളം അറിയുന്ന ആളുകളൊക്കെ, അത് ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്, അത്ര വിശദമായിട്ട് ന്യൂസുകളില്ലെങ്കിലും ആളുകളൊക്കെ ഞെട്ടുകയും നെടുങ്ങുകയും ചെയ്ത വാർത്തകളാണ്. ഓരോ വാർത്തകൾ എടുത്തെടുത്ത് പറയുന്നില്ല. ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ, വലിയവർ, യുവാക്കൾ ഒക്കെ മാറുന്നതിൻ്റെ ഒരു കാരണം, കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നിട്ടേ അടങ്ങൂ എന്ന് വാശി, കൊലവിളി നടത്താൻ പാകത്തിലേക്ക് മാനസിക നില മാറുന്നത് ഒരു ദിവസം കൊണ്ട് ടപ്പേന്ന് പറഞ്ഞ് മാറുന്നു എന്നല്ലല്ലോ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും വലിയ അപകടത്തിലേക്ക്. ഒരു 5-6 വർഷം മുമ്പ് മുതലേ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, ബസ് സ്റ്റോപ്പുകൾ പോലെ സൈക്കാട്രിക് സെൻ്ററുകൾ നമുക്ക് വരാൻ വേണ്ടി പോവാം, കാരണം ആ കോവിഡ് അതിൻ്റെ ആക്കം കൂട്ടി എന്നത് സത്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ നമ്മൾ ആലോചിച്ചേ പറ്റൂ. ആ നടന്ന സംഭവത്തിൻ്റെ ഓഡിയോ വീണ്ടും വീണ്ടും നമ്മൾ റീപ്ലേ ചെയ്ത് കേട്ടതുകൊണ്ടോ, കൂടുതൽ ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്തതുകൊണ്ടോ, അവിടുത്തെ ഭീകര ദൃശ്യങ്ങൾ ക്ലോസപ്പ് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ടോ ഒന്നും പരിഹാരങ്ങളാകുന്നില്ല. കൂടുതൽ കൂടുതൽ ഫ്രസ്ട്രേഷൻസ് ആണ് ക്രിയേറ്റ് ആവുന്നത്. എന്തായിരിക്കാം ഇതിൻ്റെ പ്രശ്നം? ഒന്ന്, ക്ഷമയും ശിക്ഷയും നമ്മളവിടെ വിശകലനം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ തെറ്റ് ചെയ്ത കുട്ടികളെ ക്ഷമയോടെ കാണേണ്ടതല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. വ്യക്തി ജീവിതത്തിൽ എന്നെ ഒരാൾ തല്ലിയാൽ എനിക്ക് അയാളോട് ക്ഷമിക്കാം. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളെ തല്ലുമ്പോൾ ക്ഷമയാണ് വേണ്ടതെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ഉണ്ടോ? എനിക്ക് വേദനിക്കുമ്പോൾ ഞാൻ അധ്വാനിച്ച പണം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ മൊബൈൽ, ലാപ്ടോപ്പ്, മറ്റ് വസ്തുക്കൾ എന്തെങ്കിലും ഒരാൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാം, കാരണം അതിൻ്റെ റൈറ്റ് എനിക്കുണ്ട്. ഓക്കെ. സാമൂഹികമായ മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ ക്ഷമ മാത്രം വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു കേസിൽ, ഞാൻ കേസിനെ സ്പെസിഫൈ ചെയ്യുന്നില്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ലടാ, ജാമ്യത്തിൽ ഇറങ്ങി പോരാൻ വേണ്ടി പറ്റും എന്ന് പറയാൻ, കൂട്ടത്തിലെടുത്ത് മരിച്ചു പോലും കുഴപ്പമൊന്നുമില്ല, ശിക്ഷയൊന്നും ഉണ്ടാവില്ല, പോലീസ് കേസെടുക്കില്ല എന്ന് പറയാൻ ധൈര്യം കിട്ടുന്ന ഇവിടുന്ന, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്ന ഇവിടുന്ന, ഇതിന് ശിക്ഷയുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം സാമൂഹികമായ മാനത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു തെറ്റിന്, ആ തെറ്റിൻ്റെ കാഠിന്യത്തിന് ആനുപാതികമായ ശിക്ഷ പ്രായഭേദമന്യേ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. പല വീഡിയോകൾ ചെയ്യുമ്പോഴും 2Kയും 3Kയും അങ്ങനെ വീഡിയോസിൻ്റെ വ്യൂസ് കൂടുന്നുണ്ട്. ഈ സാമൂഹികമായ വിഷയത്തെപ്പറ്റി ചെയ്ത വീഡിയോയ്ക്ക് ഇപ്പോഴും 200 ചില്ലം വ്യൂവേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യുന്ന സമയം. എന്തുകൊണ്ടോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പിൻവാങ്ങുന്നതും ഇത്തരത്തിൽ മാനസിക പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ മാനസികാരോഗ്യം നശിപ്പിക്കുന്നതിൽ നമ്മൾ അറിയാതെ, നിശബ്ദത ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ചർച്ച ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും 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 വ്യൂസ് കൂട്ടിയതുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ പ്രതിവിധികൾ, ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ അത് ചർച്ച ചെയ്യുകയും നമ്മൾ സംസാരത്തിൽ കൂടുതൽ കൊണ്ടുവരികയും നമ്മുടെ മാനസിക ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ, മറ്റുള്ളവരുടെ മാനസികാരോഗ്യം തകരാതിരിക്കാൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ 14 വയസ്സും 16 വയസ്സുമുള്ള കുട്ടികളൊക്കെ ചെയ്യുന്ന അക്രമങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ 18 വയസ്സെന്നുള്ള ഒരു ഏജ് ബാർ താത്തേണ്ടതുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നും. ഓക്കെ. അപ്പോൾ ഈ കുട്ടികളിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെടുന്ന, ഓരോ കേസുകളിലും പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ എല്ലാവരും കുറ്റവാളികളാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ചിലത് അബദ്ധവശാൽ കൂട്ടത്തിൽ കൂടി പെട്ടുപോകുന്നവരാവാം, നിഷ്കളങ്കരാവാം, സാഹചര്യവശാൽ പെട്ടവരാവാം. മാത്രമല്ല, കുറ്റവാളികളാണെങ്കിൽ പോലും അവരോട് ക്ഷമയോടുകൂടി പെരുമാറി അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഇത് രണ്ടും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സമൂഹത്തിൻ്റെ മാനത്തിൽ ശിക്ഷ നിർബന്ധമായിട്ടും വേണം, പക്ഷേ വ്യക്തിപരമായ മാനത്തിൽ എന്ത് വേണം? ക്ഷമയും വേണം. ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു XYZ എന്ന് പറഞ്ഞൊരു കുട്ടി, അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികൾ പ്രതി ചേർക്കപ്പെടുന്നു. ഇവരെ വളരെ ക്രൂരമായി ശിക്ഷ കിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവർ വീണ്ടും ജീവിക്കാൻ, അവകാശത്തോടെ ജീവിക്കാൻ ഇവിടെ തുടരുന്നത് ഒരു ക്രിമിനൽ മൈൻഡോട്, കൂടുതൽ ക്രൂരമായ മനസ്സോടുകൂടി ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ ക്ഷമയോടുകൂടി അവരെ ചെയ്ത് മനസ്സിലാക്കി പറഞ്ഞ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് കുട്ടികളുടെ എന്താ പറയുക, ജയിൽ എന്നല്ല പറയുക, കറക്ഷൻ ഹോം എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ കറക്ഷൻ നടത്തി, വലിയവരാണെങ്കിലും അത്തരത്തിൽ കറക്ഷൻ നടത്തി കൊണ്ടുവരണം. പക്ഷേ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇതൊന്നും പ്രശ്നമില്ലടാ, ജാമ്യം കിട്ടൂടാ, കൂളായിട്ട് ഇറങ്ങി പോരൂടാ എന്ന് പറയാൻ ധൈര്യം നൽകുന്ന തരത്തിൽ സാഹചര്യങ്ങൾ വരാതെ കൃത്യമായ ശിക്ഷ, മാതൃകാപരമായ ശിക്ഷയും അവിടെ നടപ്പിലാവണം. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൊബൈൽ, മയക്കുമരുന്നും ലഹരിയും മദ്യവും പുകവലിയും കഞ്ചാവും പാൻപരാഗും ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പ്രശ്നം. എന്നാൽ മൊബൈലിൽ ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ പൊള്യൂട്ടഡ് ആക്കും, അല്ല നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ എൻസൈംസ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ തന്നെ എപ്പോഴും ഈ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ആ ഫോണിലൂടെ വരുന്ന കാര്യങ്ങൾ, ആ ഫോണിൽ നിന്നും കിട്ടുന്ന കണ്ടന്റുകൾ, നമുക്ക് മറ്റൊരാളോട് റിലേഷൻഷിപ്പ്, കാരണം ഈ ഫോണിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നാൽ മതി. നമ്മൾ ലേസി ആയി മാറും, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും, നമുക്ക് ഒത്തിരി മാനസികമായ തകരാറുകൾ ക്രിയേറ്റ് ചെയ്യും. ഈ വരുന്ന കണ്ടന്റുകൾ പോൺ കണ്ടന്റ് ആവാം, വയലന്റ് കണ്ടന്റ് ആവാം, ഗെയിമിംഗ് ആവാം. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, മിക്ക ഗെയിംസും കില്ലിങ് ഗെയിംസ് ആണ്. വെടിവെപ്പ്, അടി, ഇടി, പിടി, ബഹളം, തോൽപ്പിക്കുക. ഈ ഒരു സാധനത്തിലേക്കൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി അക്രമവാസനകൾ കൂടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പാരന്റിങ്ങിൽ കുട്ടികളുടെ കൂടെ ക്വാളിറ്റി സമയം, ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ ശരിയാവും. അതുകൊണ്ട് ഇതൊരു ചർച്ചയായി മാറണം. പറ്റിയതിന് ശേഷം ശിക്ഷ കൊടുക്കണോ ക്ഷമിക്കണോ എന്നുള്ളതിനേക്കാൾ ഉപരി ഇനിയെങ്കിലും പറ്റാതെ ശ്രദ്ധിക്കാൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത് ഒരു കുഞ്ഞു വീഡിയോയിൽ തീരുന്നതല്ല, ഒരു പരമ്പരയായി ഇത്തരം കാര്യത്തിൻ്റെ സൊല്യൂഷൻസ്, പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും. അതുകൊണ്ടാണ് ഈ വീഡിയോസിൽ ഒന്നും പ്രശ്നബാധിതമായ പിക്ചറുകൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ കണ്ടന്റിൽ വരുന്ന പാളിച്ചകളോ കണ്ടന്റിൽ വരുന്ന പോസിറ്റീവോ ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി നമുക്കിതൊരു ചർച്ചയായിട്ട്, കാരണം കേരള സമൂഹത്തിൻ്റെ ഒരു മാനസികമായ നിലവാരം കൂടുതൽ ഉയർത്താനും തകരാതെ നോക്കാനും നമുക്ക് ഒന്ന് ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമല്ലേ ഇത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്